യൂട്യൂബില് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നൗഫൽ സാറിന്റെ ഒരു ചെറിയൊരു റീല് കാണാൻ പറ്റി. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഒരു വാക്കുകളായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതിൽ നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നൗഫൽ സാറിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു ടെൻഷനും ഒരു ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എജുമിയിലേക്ക് വന്നതിന് ശേഷം ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എജുമി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അവരിൽ കൂടുതൽ ഇഷ്ടമായത് അവരുടെ റെക്കോർഡിംഗ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാതെ, ഇപ്പൊ നമുക്ക് പേപ്പർ വണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ പേപ്പർ വണ്ണില് 10ഓളം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒരു ടോപ്പിക്ക് നമ്മളെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്, അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള ആ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ള ടൈം അവർ തരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എജുമിന്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈംസ് ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റെക്കോർഡ് ക്ലാസ് അടിപൊളിയായിരുന്നു. ടീച്ചിങ് ഒക്കെ എടുത്തിരുന്ന സാർ വളരെ നല്ല സാറായിരുന്നു. പിന്നെ ലോജിക്കൽ റീസണിങ് ആയാലും എനിക്ക് പേപ്പർ വണ്ണിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അതും നല്ല നൗഫൽ സാറാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. അതും അടിപൊളിയായ ക്ലാസ് ആയിരുന്നു. പിന്നെ PYQ സെഷൻ ആണെങ്കിലും ഫസ്റ്റൊക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്താ ഇതിപ്പോ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഇങ്ങനെ കൂടി കൂടി വന്നു. അങ്ങനെ കോൺഫിഡൻസ് ലെവലും കൂടി. പിന്നെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാവരും ലൈവിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്കുകൾ ഞാൻ കൂടുതലായിട്ട് ക്ലാരിറ്റി വരുത്തി. പിന്നെ അതുപോലെ അറിയാത്ത ടോപ്പിക്കിൽ കൂടുതൽ ഐഡിയ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള പല ബെനിഫിറ്റ് എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊരു സമയത്ത് നമ്മൾ ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും നൗഫൽ സാറ് ഒരു ടൈമിൽ സാറ് ഫ്രീ ആവുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു എജുമി. പിന്നെ അങ്ങനെ മാക്സിമം ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം PhD ഓൾറെഡി ക്വാളിഫൈഡ് ആയിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന്. അപ്പൊ ഇപ്രാവശ്യം നെറ്റ് നേടുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അത് അത്ര പെട്ടെന്ന് ഞാൻ നടക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് എജുമി. താങ്ക് യു.